സപ്ലൈകോയുടെ പേരിൽ 7 കോടിയുടെ തട്ടിപ്പിൽ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ അറസ്റ്റിലായിരിക്കുകയാണ്. കടവന്ത്ര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും GST നമ്പർ ദുരുപയോഗം ചെയ്തുമായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഇത്രയും വലിയൊരു തട്ടിപ്പിന്റെ വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ജിജീഷ്, വലിയൊരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതിന് പിന്നാലെ അറസ്റ്റും രേഖപ്പെടുത്തി. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ് തന്നെയായിരുന്നു സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയുടെ പേരിൽ അവിടത്തെയുള്ള മുൻ അസിസ്റ്റന്റ് മാനേജർ നടത്തിയത്. 7 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു. തുടർന്ന് ഇയാൾക്കെതിരായ പരാതികൾ ലഭിക്കുകയും പ്രാഥമികമായി വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ സതീഷ് ചന്ദ്രൻ നടത്തിയിട്ടുള്ളത്. മുൻ അസിസ്റ്റന്റ് മാനേജർ സപ്ലൈകോയുടെ നടത്തിയിട്ടുള്ളത്. ഇറക്കുമതി കരാറിൽ ചോളം വാങ്ങിയതിനു ശേഷം അത് മറച്ചു വിറ്റുകൊണ്ടുള്ള തട്ടിപ്പാണ്. മാത്രമല്ല, ഈ പർച്ചേസ് ഓർഡർ GST ബില്ലുകൾ അടക്കം ദുരുപയോഗം ചെയ്തും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ സപ്ലൈകോയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പാണ് നടത്തിയതെന്ന് സപ്ലൈകോയുടെ മാനേജർ അടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായ അന്വേഷണം നടന്നത്. നേരത്തെയും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് അസിസ്റ്റന്റ് മാനേജർ നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. രാജസ്ഥാനിലെ കമ്പനികൾ അടക്കം പട്ടാടിയ പ്രദേശ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിൽ ചോളം മറച്ചു വിറ്റത്. വലിയ കരാറിൽ ചോളം വാങ്ങിയതിനു ശേഷം ഉത്തരേന്ത്യയിലെ കമ്പനികൾക്ക് മറച്ചു വിറ്റതുമായി ബന്ധപ്പെട്ടാണ് ഉള്ള തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ 4 കോടി രൂപയാണ് ഇയാൾ കൈക്കലാക്കിയത്. 7 കോടി രൂപയുടെ ഇടപാട് നടത്തിയ ശേഷം 4 കോടി രൂപ ഈ കമ്പനികൾക്ക് സ്ഥാപനങ്ങൾക്ക് കരാറിന്റെ ഭാഗമായി നൽകാനുണ്ടായിരുന്നു. ആ പണം തിരികെ ലഭിക്കാതായതോടുകൂടി അവർ അത് ചോദിച്ചു വന്നപ്പോഴാണ് വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. രജനി, ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.